കോഴിക്കോട് മാനിപുരം ചെറുപുഴയിൽ കുട്ടി ഒഴുക്കിൽപ്പെട്ട് കാണാതായി. 10 വയസ്സുള്ള പെൺകുട്ടിയെയാണ് കാണാതായത്. കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു കുട്ടിയെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. ഷബീർ ഉമറുണ്ട് വിവരങ്ങൾ നൽകാനായി. ഷബീർ, ഈ കുട്ടിക്ക് വേണ്ടി ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണോ? വൈകുന്നേരമാണല്ലോ കുഞ്ഞിനെ കാണാതായത്. എന്താണ് കൂടുതൽ വിവരം? കുട്ടിക്കായിട്ടുള്ള തെരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി 8:30 മണിവരെ കുട്ടിയെ കണ്ടെത്താനായുള്ള തെരച്ചിൽ മാനിപുരം പുഴയിൽ നടത്തിയിരുന്നു. ഇന്ന് വൈകിട്ട് 4:30യോടെയാണ് ഈ അപകടമുണ്ടായത്. ഈ കുട്ടിയും സഹോദരനും മാതാവും ബന്ധുക്കൾക്കുമൊപ്പമാണ് ഈ പുഴക്കടവിലെത്തിയത്. വസ്ത്രം അലക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് മുതിർന്നവരോടൊപ്പം കുട്ടികളും ഈ പുഴക്കടവിലെത്തിയത്. 2 കുട്ടികളും സഹോദരങ്ങളായ 2 കുട്ടികളും ഈ പുഴയ്ക്ക് കരയിലുള്ള പാറയിൽ നിൽക്കുകയായിരുന്നു. ഈ സമയം അബദ്ധത്തിൽ ഈ കാണാതായ 10 വയസ്സുകാരി തൻഹ വെള്ളത്തിലേക്ക് വീണു. ഉടനെ തന്നെ 12 വയസ്സുകാരനായ സഹോദരൻ തൻഹയെ രക്ഷിക്കാനായി പുഴയിലേക്ക് ചാടുകയായിരുന്നു എന്നാണ് കൂടെ ഉണ്ടായിരുന്നവർ പറയുന്നത്. പെട്ടെന്ന് തന്നെ നാട്ടുകാരും ഒപ്പം തന്നെ കൂടെ ഉണ്ടായിരുന്ന ബന്ധുവും ചേർന്ന് ഈ 12 വയസ്സുകാരനെ രക്ഷപ്പെടുത്തി കരയ്ക്ക് കയറ്റി. പക്ഷേ തൻഹയെ കാണാതായി. ഈ ഭാഗത്ത് ഇവർ വീണ ഭാഗത്ത് ഈ പുഴയിൽ ചുഴി കാര്യമായിട്ടുണ്ട്. ഇതിൽ പെട്ടിട്ടുണ്ടാകാമെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും നാട്ടുകാർ വേഗത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ഈ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് ഫയർഫോഴ്സും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും എല്ലാം തന്നെ എത്തി വലിയ തരത്തിലുള്ള തെരച്ചിൽ നടത്തി. ഒപ്പം തന്നെ രാത്രി വൈകിയും 8:30 വരെ രാത്രി വൈകിയും പ്രത്യേക വെളിച്ച സംവിധാനം ഏർപ്പെടുത്തിയും തെരച്ചിൽ നടത്തിയെങ്കിലും ഈ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കൊടുവള്ളി സ്വദേശിയായിട്ടുള്ള മാതാവാണ്. ഈ മാതാവുമായി ബന്ധപ്പെട്ട ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനാണ് പൊന്നാനിയിൽ പഠിക്കുന്ന തൻഹ ഷെറിൻ കഴിഞ്ഞ ദിവസം കൊടുവള്ളിയിൽ എത്തിയത്. വിവാഹത്തിന് ശേഷം ഓണാവധി കൂടിയായിരുന്നു. ഇതിന്റെ ഭാഗമായാണ് പൊന്നാനിയിലേക്ക് മടങ്ങാതെ ഇന്ന് ഈ അപകടം സംഭവിച്ചത്. അജി. ശരി ഷബീർ.